Hi, hello. I am Ranjit and welcome to NG Talks. ഇന്ന് നമ്മളൊരു പുതിയ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. സ്ക്വയർ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ആൻഡ് റിവേഴ്സ് നമ്പർ മെത്തേഡാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 11ന്റെ സ്ക്വയർ, അതുപോലെ 12ന്റെ സ്ക്വയർ, 13ന്റെ സ്ക്വയർ, ഇത്രയാണ് ഈ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു മെത്തേഡിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. 11ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 11 ഗുണം 11 അല്ലെ. അപ്പൊ ഇവിടെ എല്ലായിടത്തും നോക്കി തുടങ്ങുന്ന ഒന്നില്ലല്ലേ, 11, 12, 13 അങ്ങനെ വരുമ്പോൾ അല്ലെ. അതുകൊണ്ട് ഞാൻ ആ ഒരു 1, അതായത് 1x1 എന്നുള്ള രീതിയിൽ ഞാൻ 1 ഇവിടെ എഴുതുകയാണ്. ഇനി ഈ രണ്ടാമത്തെ നമ്പേഴ്സ് ആണ്, അത് 1 തന്നെയാണല്ലോ. അത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിക്കോണം. 1 + 1, അതുപോലെ തന്നെ 1 × 1. ഓക്കെ, നമ്മുടെ ആൻസർ ആയി. അതായത് 1 + 1 2, 1 × 1 2, സോറി 1 121. ഓക്കെ, അങ്ങനെ അടുത്ത് നോക്കാം. 12 ഒന്നും ചെയ്ത് നോക്കി ഈ രീതിയിൽ. 12 × 12 എങ്ങനെ വരും? 1 ആദ്യം എഴുതുന്നു. ഇവിടെ 2 ആണ് വന്നിട്ടുള്ളത്. 2 + 2, അതുപോലെ 2 × 2. 1 2 + 2 4, 2 × 4. ഓക്കെ, 144 ആൻസർ. അതുപോലെ 13 എങ്ങനെ വരാം? 13 × 13 ആണ് അല്ലേ. അപ്പൊ 13 × 13 എഴുതണമെന്നില്ല. 1 എഴുതി അല്ലേ. 3 + 3 ആണ് വരുന്നത് അല്ലേ. അപ്പൊ 3 + 3 ഞാൻ ആൻസർ എഴുതാണ്. 3 + 3 6 വരുന്നു. ഇനി അടുത്തത് 3 × 3 ചെയ്യണം, അത് 9 ആണ്. ഓക്കെ, നമുക്ക് മറ്റ് എക്സാമ്പിൾസ് കൂടെ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് 14ന്റെയും 16ന്റെയും സ്ക്വയർ നോക്കാം അല്ലേ. ആദ്യം നമ്മൾ 1 എഴുതുന്നു, പിന്നെ ഇവിടെ 4 ആണ്, അപ്പം 4 + 4 എഴുതണം. ഓക്കെ, അതുപോലെ 4 × 4 ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഇത് ചെയ്താന്ന് കിട്ടുമെന്ന് നോക്കാം. 4 + 4 8 ആണ്. 4 × 4 നമുക്ക് കിട്ടുന്നത് 16 ആണ്. 16. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമുക്ക് ബാലൻസ് ചെയ്യണം അല്ലേ. അതായത് ഈ 1 ഇവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ. ഈ 1 എന്ത് ചെയ്യും? ഇങ്ങോട്ട് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? 1 8ന്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ 9 6. ഓക്കെ, ആൻസർ ആയി. അതുപോലെ തന്നെ നമുക്ക് 16 നോക്കാം. 16ന്റെ അവിടെ എങ്ങനെ വരും? ആദ്യം നമ്മൾ 1 എഴുതുന്നു, പിന്നെ 6 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ 6 + 6 എഴുതുന്നു, അതുപോലെ 6 × 6 എഴുതുന്നു അല്ലേ. നോക്കാം. 1 എഴുതി, 6 + 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. 6 × 6 എന്ന് പറഞ്ഞാൽ 36 ആണ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? അത് ബാലൻസ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം 6 നമ്മൾ അവിടെ നിർത്തും, 3 ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പം 12 എന്നുള്ളത് എന്തായി മാറും? 15 ആയി മാറും അല്ലേ. പിന്നെ ആ 1 ഇപ്പുറത്തേക്ക് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 2 5 6 256. ഓക്കെ, അതുപോലെ നമുക്ക് വളരെ വേഗം ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത നമ്പേഴ്സ് 18ന്റെ സ്ക്വയർ ഈ രീതിയിൽ, അതുപോലെ 19ന്റെ സ്ക്വയർ. ഓക്കെ, ആദ്യം ഞാൻ 1 എഴുതുന്നു, പിന്നെ 8 + 8 ആണ് എഴുതേണ്ടത്, പിന്നെ 8 × 8 ആണ് ഒന്നാമത് ഞാൻ എഴുതുന്നു അല്ലേ. ഞാൻ എഴുതി 1 8 + 8 എന്ന് പറഞ്ഞാൽ 16 ആണ്. അടുത്തത് 8 × 8 എന്ന് പറഞ്ഞാൽ 64 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ബാലൻസ് ചെയ്യണം അല്ലേ. എങ്ങനെയാ ബാലൻസ് ചെയ്യാം? ഇവിടെ നമുക്ക് 4 നിർത്താം, 6 ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, 16 6 22 ആണ് വരിക. ബാക്കി 2 ആണ് ഇവിടെ നിന്ന് പോവുക കേട്ടോ. 2, ആ 2 ആണ് ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 2 + 1 3 കിട്ടുന്നു. പിന്നെ ഇവിടെ ബാക്കി ഒരു 2 ഉണ്ട്, പിന്നെ ഇവിടുത്തെ 4 ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എഴുതാം, ഇങ്ങനെ എഴുതിയാലും പോവാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എഴുതുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഞാൻ 4 എഴുതി, ഈ ആദ്യം ഇങ്ങോട്ട് പോയപ്പോൾ 22 ആയി. 2 എഴുതി, 2 ഇങ്ങോട്ട് പോയി 3 കിട്ടി. അത് തന്നെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് 19ന്റെ നോക്കാം. 19 എങ്ങനെ വരാം? 1 9 + 9 എഴുതി, 9 × 9 എഴുതി അല്ലേ. 1 80 81. ഓക്കെ, ബാലൻസ് ചെയ്യണം. 1 ഇവിടെ നിർത്തുന്നു, 8 ഇങ്ങോട്ട് പോകുന്നു, 18 26 ആണ് വരിക. 2 ആണ് വീണ്ടും ഇങ്ങോട്ട് പോകുക അല്ലേ. ഓക്കെ, അപ്പൊ
ആൻസർ കിട്ടും 3 6 1 361 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് റിവേഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ ആ റിവേഴ്സ് നമ്പർ മെത്തേഡ് എന്താണെന്ന് കൂടെ നോക്കാം. ഇത് ഡയറക്റ്റ് രീതി. ഇനി നമുക്ക് റിവേഴ്സ് നമ്പർ മെത്തേഡ് എന്താണെന്ന് കൂടെ പറഞ്ഞു. ഓക്കെ, അപ്പം ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്, നമ്മൾ നേരത്തെ 11 12 13 അങ്ങനെയല്ലേ എഴുതിയത്. ഇനി അതെന്ത് ചെയ്യുക, തിരിഞ്ഞു വരും. അതായത് ആ നമ്പേഴ്സ് ഇങ്ങോട്ട് നമ്മൾ തിരിച്ചിടുന്നു. Let's write 21 square. ഓക്കെ, അതുപോലെ 31 square. ഓക്കെ, അതുപോലെ 41 സ്ക്വയർ. ഇതാണ് സംഗതി. നേരത്തെ നമ്മൾ 12 13 എന്നൊക്കെ എഴുതിയത് 14 എന്നൊക്കെ എഴുതിയ സാധനം നമ്മൾ തിരിയുന്നു. അപ്പൊ റിവേഴ്സ് ആവും. റിവേഴ്സ് നമ്പർ ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ സ്ക്വയർ ഈ രീതിയിൽ എങ്ങനെ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ ചെയ്തതിനകത്ത് ആദ്യം നമ്മൾ എഴുതിയത് ഓരോന്നുണ്ടല്ലോ, 1 ആയിരുന്നു ഫസ്റ്റ് എഴുതിയത് അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് നോക്കി, ഇവിടുത്തെ നമുക്ക് രണ്ടാമത്തെ നമ്പറാണ് എല്ലായിടത്തും 1. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ആ നേരത്തെ ചെയ്ത ആ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യാം, റിവേഴ്സ് ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത ആ ഒരു മെത്തേഡ് നമ്മൾ റിവേഴ്സ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആദ്യത്തെ നമ്പർ 2 അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നത് 2 into 2 ആണ് ആദ്യം എഴുതുക. ഞാൻ ആദ്യം നമ്മൾ ചെയ്തതിനകത്ത് ആദ്യം 1 എഴുതി, പിന്നെ ആ നമ്പര് കൂട്ടി, അതിനുശേഷം ഗുണിച്ചു അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്, ആദ്യം നമ്മൾ ഗുണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ കൂട്ടണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ആണ് 1 എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ ആയി 4 4 1 അല്ലേ. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 31 ഒന്ന് ചെയ്യാം. 31 എങ്ങനെയാ ചെയ്യുക? ആദ്യം 3 into 3 എഴുതണം, പിന്നെ 3 plus 3 എഴുതണം, അവസാനം 1 എഴുതണം. 3 into 3 9 ആണ്, 3 plus 3 6 ആണ്, 1 എഴുതി. ഓക്കെ അല്ലേ. അതുപോലെ നമുക്ക് 41 സ്ക്വയർ എങ്ങനെ കാണാം? ആദ്യം നമ്മൾ 4 into 4 എഴുതുന്നു, പിന്നെ 4 plus 4 എഴുതുന്നു, പിന്നെ 1 എഴുതുന്നു. 4 into 4 16 ആണ്, 4 plus 4 8 ആണ്, പിന്നെ 1. ആൻസർ ഈസ് 1681. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്ക് ഒരു നമ്പർ കൂടെ നോക്കിയാൽ അല്ലേ. ഇതുപോലെ നമ്മൾ 91ന്റെ സ്ക്വയർ കൂടെ കാണാം. 91. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്യണം, 9 into 9 എഴുതണം, പിന്നെ 9 plus 9 എഴുതണം, പിന്നെ 1. ഓക്കെ, 9 into 9 അല്ലേ. 9 into 9 എത്രയാണ്? 81 ആണ്. ഓക്കെ, 9 plus 9 എത്രയാണ്? 18 ആണ്. ഓക്കെ, പിന്നെ 1. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം അല്ലേ. ഓക്കെ, ഇവിടെ 1 ആണ്, അത് കുഴപ്പമില്ല. 18നകത്ത് 1 ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പം 81 ഉള്ളത് 82 ആവും. അപ്പൊ നമ്മുടെ ആൻസർ 8281. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.